സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ഈ വർഷത്തെ ആദ്യ ഹജ്ജ് വിമാനം കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ 77 പുരുഷന്മാരും 95 സ്ത്രീകളും ഉൾപ്പെടെ 172 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിലുള്ളത്. പുലർച്ചെ 12:45 ആദ്യ വിമാനം യാത്ര തിരിച്ചത്. ആദ്യ വിമാനത്തിലേക്കുള്ള തീർത്ഥാടകർ വെള്ളിയാഴ്ച രാവിലെ ക്യാമ്പിലെത്തിയിരുന്നു. തീർത്ഥാടകരുടെ ജുമുഅ നിസ്കാരം ക്യാമ്പിൽ വെച്ച് നടത്തി. ഹജ്ജ് ഹൗസിൽ വിപുലമായ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവിധ ഒരുക്കങ്ങളും കഴിഞ്ഞു. നമ്മൾ ആദ്യത്തെ വിമാനത്തിൽ പോകേണ്ട ഹാജിമാർ എയർപോർട്ടിലെത്തി. അവരെ സ്വീകരിക്കൽ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാരെ ഔദ്യോഗികമായി സ്വീകരിച്ചു. രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവരിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ഹജ്ജ് ഹൗസിലേക്ക്, അവരുടെ ഹജ്ജ് ക്യാമ്പിലേക്ക് എത്തിച്ചേരും. അങ്ങനെ അവരിവിടെ എത്തിച്ചേരുമ്പോൾ അവരെ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. എയർപോർട്ടിൽ തീർത്ഥാടകരുടെ ദേഹപരിശോധന, ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് സൗകര്യമുണ്ട്. ഇതിനായി വളണ്ടിയർമാർ സഹായം നൽകും. ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യാന്തര വിമാന സർവീസുകൾക്ക് എയർ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ എയർപോർട്ടുകളിൽ നിന്നുള്ള ഹജ്ജ് സർവീസുകളിൽ തീർത്ഥാടകരുടെ ലഗേജ് ഭാരത്തിലെ നിയന്ത്രണങ്ങൾ മെയ് 12 തിങ്കളാഴ്ച വരെ തുടരും. കൈരളി ന്യൂസ്, മലപ്പുറം.